കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ, അവർ റിപ്പോർട്ടിംഗ് ശൈലി നിങ്ങൾ കണ്ടു കാണും. 2024 പാർലമെൻറ്റ് എലക്ഷനോടനുബന്ധിച്ച് ചില TV ചാനലുകളും ചില ന്യൂസ് പേപ്പേഴ്സും ഒക്കെ ഉത്തരേന്ത്യയിൽ പോയി 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം പോയി നിന്ന് അവിടെ എലക്ഷൻ പ്രഡിക്ഷൻ നടത്തുന്നു. തമാശയാണ് കാണിക്കുന്നത് മുഴുവനും. ഞാനൊരു ക്ലാസിക് എക്സാമ്പിൾ അവരെ പറ്റി പറയാം. 2019 രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് വരെ പ്രെഡിക്റ്റ് ചെയ്തവരാണ് മലയാളത്തിലെ ബഹുഭൂരിപക്ഷം പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും. അതേപോലെ 2024 അവർ പറയുന്നത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും, BJP തോൽക്കും, മോദി തോൽക്കും, മോദിക്കെതിരെയാണ് തരംഗം. അതായത് കേരളത്തിൽ ആകെ 3.5 കോടി ജനങ്ങളുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന 140 കോടി ജനസംഖ്യയാണുള്ളത്. ഇപ്പം കേരളം എന്ന് പറയുന്നത് ഈ 140 കോടിയിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. അതായത് ഇന്ത്യയുടെ കോണകം പോലെ കിടക്കുന്ന സൗത്ത് ഇന്ത്യൻ ഭാഗത്ത് കിടക്കുന്ന കേരളത്തിലിരുന്നുകൊണ്ട് നോർത്ത് ഇന്ത്യയിലെ കൗ ബെൽറ്റും ഹിന്ദി ബെൽറ്റും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയൊക്കെ അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് എന്താണ് സംഭവിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടു കാണും ഛത്തീസ്ഗഡും രാജസ്ഥാനും മധ്യപ്രദേശ് ഇലക്ഷനിൽ ഈ കേരളത്തിലെ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും എല്ലാം പ്രെഡിക്റ്റ് ചെയ്തു. അവിടെ BJP പരാജയപ്പെടുകയാണ്, കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു. ആലോചിച്ച് നോക്കുക പിന്നീട് എന്താണ് റിസൾട്ട് ഉണ്ടായത്. അതായത് കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ജേർണലിസ്റ്റുകൾക്കും നോർത്ത് ഇന്ത്യയുടെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയത്തില്ല. ഇവർ പട്ടണത്തിലോ ഇത് സിറ്റിയിൽ പോയിട്ട് 4-5 പേരോട് ചോദിക്കുന്നു. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് ഇവരങ്ങ് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്, മോദി അധികാരത്തിൽ വരത്തില്ല, BJP അധികാരത്തിൽ വരത്തില്ല. അതായത് ദക്ഷിണ ഇന്ത്യയും വെസ്റ്റേൺ ഇന്ത്യയും ഈസ്റ്റ് ഇന്ത്യ എല്ലാം BJPക്ക് എതിരായിട്ട് മോദിക്കെതിരായിട്ട് പോകുന്നു. പമ്പര വിഡ്ഢിത്തരമാണ് ഇവർ അടിച്ചുവിടുന്നത് മുഴുവനും. ഇവർക്ക് ബേസിക്കലി ഇതിൻ്റെ നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്സ്, അതായത് എങ്ങോട്ടാണ് ഇത് പോകുന്നത് ഇതിനെപ്പറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ ഇവർക്ക് അതിനെപ്പറ്റി അറിയില്ല. പിന്നീട് എങ്ങനെയാണിത് ഇവർ ഈ ചുമ്മാ കൊണ്ട കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആളുകളെ, അതായത് ആൻറ്റി BJP ആൻറ്റി മോഡി ആൾക്കാരെ സുഖിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു ജേർണലിസം എന്നല്ലാതെ ഇതിന് ഗ്രൗണ്ടുമായിട്ട് യാതൊരു നിങ്ങൾ ആലോചിച്ചു എന്ത് സത്യസന്ധതയാണ് ഇവർ പറയുന്നതിൻ്റെ അകത്ത് മുഴുവനും. ഇപ്പം കേരളത്തെ പറ്റി തന്നെ ഇവർ പറഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം 2021 പിണറായി വിജയൻ അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറവാണ്, തൂക്ക് മന്ത്രിസഭയാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഞാൻ വളരെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്തു പിണറായി വിജയൻ മന്ത്രിസഭയ്ക്ക് 100 സീറ്റോടുകൂടി അധികാരത്തിൽ വരും. കാരണം ഗ്രൗണ്ട് അതാ. അപ്പം കേരളത്തിൽ പോലും ഇവർക്ക് നേരെ ചൊവ്വേ പ്രഡിക്ഷൻ നടത്താൻ അറിയാത്തവർ ഈ നോർത്ത് ഇന്ത്യയെ പറ്റിയും ഈസ്റ്റേൺ ഇന്ത്യയെ പറ്റിയും വെസ്റ്റേൺ ഇന്ത്യയെ പറ്റിയും സെൻട്രൽ ഇന്ത്യയെ പറ്റി ഇവരെന്തു കുന്തം അടിച്ചു വിടുന്നത്. 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് ഒരു റിപ്പോർട്ടർ ഒരു ക്യാമറമാനും പോയിട്ട് അവിടെ ഒന്നും നേടാനില്ല. നിങ്ങൾക്ക് അവിടുത്തെ ഗ്രൗണ്ട് പൊളിറ്റിക്സ് അകത്തോട്ട് കയറി ചെന്ന് ഈ 2-3 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുകയൊന്നുമില്ല. അതിന് സമയമെടുക്കും. അതിന് പല ആളുകളായിട്ട് കാണുക മാത്രമല്ല, അതിന് വിസിറ്റ് ചെയ്യണം. പല സ്ഥലങ്ങളിലും പല ഇഷ്യൂസാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകണം. ഒരു റാലിക്ക്, രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് ആളുകൾ കൂടി, രാഹുൽ തരംഗം, എന്തോ വിഡ്ഢിത്തം അടിച്ചു വിടുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, അതായത് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മനോരമയും ദേശാഭിമാനിയും മാധ്യമവും ഇവിടുത്തെ മേജർ പത്രങ്ങളെല്ലാം ഒരേപോലെയാണ്. ഇവരെല്ലാം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. അതെല്ലാം ആൻറ്റി BJP ആയിട്ട് പോകുന്നു. നിങ്ങൾ ആൻറ്റി BJP അതൊക്കെ പോകട്ടെ, അതൊക്കെ നിങ്ങളുടെ അസംഷനാണ്. ബേസിക്കലി നിങ്ങൾ നിങ്ങളുടേതായ ഒരു ചുറ്റുവട്ടത്തിൽ കൂടെ കാണുമ്പോഴാണ് ഇത് പറയുന്നത്. കാരണം വരുന്നത് അധികവും ഈ ഇടതുപക്ഷ അനുഭാവമുള്ള ജേർണലിസ്റ്റുകൾ, അവർ കോൺഗ്രസുമായിട്ട് അനുഭാവമുണ്ട്, ഈ പറയുന്ന മതതീവ്രതയുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകളോട് അവർക്ക് ബന്ധമുണ്ട്. അപ്പം അതിൻ്റെ രീതിയിലുള്ള റിപ്പോർട്ടാജാണ് നിങ്ങൾ കുളമാക്കുന്നത്. ഇതിനകത്തുണ്ടാകുന്നത്
നവമാധ്യമങ്ങൾ, അതായത് ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും മറ്റുള്ളിടത്ത് ഇത് നിങ്ങളെ എതിർക്കുകയാണ് പൂർണ്ണമായി. കാരണം നിങ്ങൾ പറയുന്നതെല്ലാം അജണ്ട വെച്ച് ഫിക്സ് ചെയ്താണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ടത് ഉണ്ടാകുന്നത്. പിന്നെ മറ്റൊരു പോയിന്റ്, ഞാനത് എൻ്റെ പ്രഡിക്ഷൻ വളരെ കൃത്യമായിട്ടങ്ങ് പറയാം. നരേന്ദ്രമോദി മന്ത്രിസഭയ്ക്ക്, അതായത് മൂന്നാമത്തെ ടൈം വരുന്ന നരേന്ദ്രമോദിക്ക് ഏകദേശം, എൻ്റെ പ്രഡിക്ഷനാണ്, കാരണം ഞാൻ ഗ്രൗണ്ട് അറിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്, ഏകദേശം 320 മുതൽ 350 സീറ്റോടു കൂടി അവർ അധികാരത്തിൽ വരും. അതായത് NDA സഖ്യം ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഒപ്പോസിഷൻ എന്ന് പറയുന്നവർക്ക് നരേന്ദ്രമോദിക്കെതിരെ വിരലനക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ 10 വർഷം. ഇവരെല്ലാം തട്ടിക്കൂട്ടാന്നുള്ളത് ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം വോട്ടർമാർക്കും നേരിട്ടറിയാം. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ മോദിക്കെതിരെ ഒരു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റിനെ പറയാൻ നിങ്ങളുടെ കയ്യിൽ ആളുകളില്ല. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരു നമ്പർ 1 പൊട്ടനാണെന്നുള്ള കാര്യം കേരളത്തിലെ മീഡിയ സമ്മതിച്ചില്ലെങ്കിലും ഉത്തരേന്ത്യയിലെയും വെസ്റ്റേൺ ഇന്ത്യയിലെയും ഈസ്റ്റ് ഇന്ത്യയിലെയും ഇന്ത്യക്കാർക്കറിയാം വെറും പൊട്ടനാണ്. ഒരു കഴിവുമില്ലാത്ത ഒരാളാണ്. 12ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയും കൊണ്ട് കിടക്കുന്നയാളാണ്. അയാൾ എങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും എവിടെ വരെ കുളവാക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ ശിഥിലമാക്കുവാൻ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വോട്ടർമാരും തയ്യാറല്ല. മോദിക്ക് പകരമായിട്ടൊരു ഓപ്ഷനോ ചോയ്സോ കൊടുക്കുവാൻ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. യാഥാർത്ഥ്യമാണ്. പിന്നെ അതിനകത്ത് BJPക്കകത്ത് തൊഴുത്തിൽ കുത്തും പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെയൊക്കെ ഓവർകം ചെയ്യുന്നത് തന്നെയാണ് മോഡി ബ്രാൻഡ്. അതാദ്യം മനസ്സിലാക്കുക. ഒരു അമേരിക്കൻ ഇലക്ഷൻ പ്രഡിക്ഷൻ നടത്തിയ ആൾ, വളരെ കാര്യമായിട്ട് പ്രഡിക്ഷൻ നടത്തുന്ന ആളാണ്. അയാൾ വളരെ ബ്രഹ്മർ. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മോദിക്ക് 2019 BJPക്ക് സീറ്റ് കൂടും. അത് വളരെ സാമ്പിൾസ് എടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രശാന്ത് കിഷോർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മോദിയുടെ സീറ്റുകളുടെ എണ്ണം കൂടും. 2019 ആവർത്തിക്കും. 2019 മോദി തരംഗമാണ്, അത് വീണ്ടും ആവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പ്രദീപ് ഗുപ്ത ആക്സിസ്, ഇത് വളരെ അയാൾ ഇപ്പോഴും വളരെ കൃത്യമായിട്ട് പ്രഡിക്ഷൻ നടത്തുന്നയാളാണ്. അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് 2019 വീണ്ടും ആവർത്തിക്കുക. അതായത് 2024 മോദി തരംഗമുണ്ട്. കാരണം മോദിയെ ഒഴിവാക്കാൻ പറ്റത്തില്ല. മോദി അടുത്ത ഒരു പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുവാണെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ പുരോഗതി മുന്നോട്ട് പോകൂ. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് BJPയെ മോദിയെ തോൽപ്പിക്കാൻ കഴിയില്ല. സീറ്റുകളുടെ എണ്ണം കുറയാൻ സാധിക്കും, കാരണം അവരുടെ അടിയും പ്രശ്നമൊക്കെയാണ്. പക്ഷേ 5 ഫേസ് കഴിയുമ്പോൾ വളരെ കൃത്യമായി BJPയും മോദിയും തന്നെയാണ് 2024 അധികാരത്തിൽ വരുന്നത്. ഈ വിഡ്ഢിത്തമായ നിങ്ങൾ മലയാള പത്രങ്ങൾ കൊടുക്കുന്നത്, ഇവിടെ പാവം പിടിച്ച ജനങ്ങൾ ഇത് വായിക്കുന്നു മാത്രമേ ഉള്ളൂ. യാഥാർത്ഥ്യം നിങ്ങൾ പറയുന്നത് മുഴുവനും കപടതയാണെന്നുള്ള സംഭവം ഏകദേശം 10-12 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും തെളിയും.